ഇനിയുള്ള സൈനോട്ടിക് കൺജനൽ ഹാർട്ട് ഡിസീസ് PDA ആണ്, പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസിസ്. PDA എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂഷ്വലി ആഫ്റ്റർ ദ ലെഫ്റ്റ് സബ്ക്ലേവിയൻ ആർട്ടറി. അതായത് അയോർട്ട ഇങ്ങനെ പോകുന്നു. ഈ അയോർട്ട ഇത് ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ ആണ്. പക്ഷെ ഇൻ കേസ് ഓഫ് ദ റിയൽ ഹാർട്ട് നമ്മൾ ആർച്ച് ഓഫ് അയോർട്ടയാണ് ഈ ഒരു ഏരിയ കറസ്പോണ്ടിങ് ആയിട്ട് വരിക. അപ്പം ഇതിന് മുമ്പ് ആർച്ച് കഴിഞ്ഞ ഉടനെ അല്ലെങ്കിൽ ആർച്ചിന്റെ മുകളിൽ തന്നെ ലെഫ്റ്റ് സബ്ക്ലേവിയൻ ആർട്ടറിയും എല്ലാ കാരോട്ടിഡും സബ്ക്ലേവിയനും ബ്രേക്കിയോസ്കെഫാലിക് ട്രങ്ക് എല്ലാം മുകളിലോട്ട് പോയിട്ടുണ്ടാവുമല്ലോ. എന്നിട്ട് ലാസ്റ്റ് ആയിട്ട് വരുന്ന ലെഫ്റ്റ് സബ്ക്ലേവിയൻ ആർട്ടറി അതിനുള്ള ബ്ലഡ് സപ്ലൈ കൊടുത്ത് ആ ബ്രാഞ്ചിന് ശേഷമായിരിക്കും മോസ്റ്റ് കോമൺലി നമ്മൾ ഈ കാണുന്ന ഈ ഡക്ടസ് ആർട്ടീരിയോസിസ് പേറ്റന്റ് ആയിട്ട് കാണുന്നത്. അതാണ് ഉദ്ദേശിച്ചത്. ദാറ്റ് ഈസ് യൂഷ്വലി ആഫ്റ്റർ ദ ലെഫ്റ്റ് സബ്ക്ലേവിയൻ ആർട്ടറി ആണ് യൂഷ്വലി കാണാൻ പറ്റുന്നത് ഈ PDA. ആൻഡ് ഇറ്റ് ഈസ് ബിറ്റ്വീൻ ദ പൾമണറി ആർട്ടറി ആൻഡ് അയോർട്ട വിത്ത് ലെഫ്റ്റ് ടു റൈറ്റ് ഷണ്ട്. പറഞ്ഞല്ലോ, അതായത് അയോർട്ടയിൽ നിന്ന് പൾമണറി ആർട്ടറിയിലോട്ട് ഷണ്ട്, ലെഫ്റ്റ് ടു റൈറ്റ് ഷണ്ട് വരുന്ന ഒരു കണക്ഷനാണ് PDA. കാരണം എന്താ, ഈ ലെഫ്റ്റിനെക്കാട്ടിലും കുറവാണ് റൈറ്റിന്റെ പ്രഷർ, റൈറ്റ് സൈഡിന്റെ പ്രഷർ. അപ്പോൾ ഫ്രം ഹൈ പ്രഷർ സിസ്റ്റം ടു ലോ പ്രഷർ സിസ്റ്റം ആണ് അത് പോകുന്നത്. ഇനി ഇറ്റ് ഈസ് എ continuous high flow both at systole and diastole, and that causes the continuous machinery murmur, typical machinery murmur. അതായത് സിസ്റ്റോളെ സമയത്തും ഇത് പമ്പ് ചെയ്യുമ്പം ഇങ്ങോട്ട് പോകും. ഇനി ഡയസ്റ്റോളെ സമയത്ത് ലെഫ്റ്റ് സൈഡിൽ ഈ സിസ്റ്റത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രഷർ കൂടുതൽ. സിസ്റ്റമിക് സർക്കുലേഷനിലാണ് അപ്പോൾ പ്രഷർ കൂടുതൽ, പൾമണറി സർക്കുലേഷനെക്കാട്ടിലും. അപ്പോൾ ഡയസ്റ്റോളിക്കലും ബ്ലഡ് ഇതുവഴി തന്നെ പോകും. Because both at systole and the diastole, the blood flows continuously from the left to right side via the PDA. So that causes the continuous machinery murmur. Continuous machinery murmur typical ആണ്, and that is seen both at systole and diastole. അതായത് ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ വരുമ്പോൾ ഇത് കണ്ടില്ലേ, സിസ്റ്റോളെ സമയത്തും ഡയസ്റ്റോളെ സമയത്തും ഒരു കണ്ടിന്യൂസ് മെഷറി മർമറായിട്ട് കേൾക്കും. ഹാർട്ട് ബീറ്റൊക്കെ ഇതിനിടയ്ക്ക് ഡ്രോൺ ചെയ്യും, മുങ്ങിപ്പോവും. അത്രയും ടിപ്പിക്കലായിട്ട് ഈ ഫീച്ചർ, ഈ മർമർ നമുക്ക് കേൾക്കാം. ഒരു വട്ടം സ്ഥിത്ത് വെച്ചാൽ തന്നെ നന്നായിട്ട് കേൾക്കാം, നന്നായിട്ട് മനസ്സിലാവും ചെയ്യും ഈ ടിപ്പിക്കൽ മർമർ. ഇനി ഇതിനകത്ത് P2 ഉം A2 ഉം എങ്ങനെ നോക്കാം? സ്പ്ലിറ്റ്. P2 ഈസ് നോർമൽ, A2 ഈസ് ഡിലേഡ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് കണ്ടില്ലേ, ബ്ലഡ് ഫ്ലോ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ പമ്പ് ചെയ്യുന്നു, ലെഫ്റ്റ് സൈഡ് സിസ്റ്റത്തിലൂടെ പമ്പ് ചെയ്യുന്നു. കുറേ ബ്ലഡ് PDA വഴി റൈറ്റ് സിസ്റ്റം പൾമണറി സിസ്റ്റത്തിലോട്ട് കയറുന്നു. അങ്ങനെ കയറി പിന്നെയും ഫ്ലോ ഇങ്ങനെ വന്നു, പിന്നെയും ലെഫ്റ്റ് ഏട്രിയത്തിലോട്ടെത്തി. എക്സ്ട്രാ ബ്ലഡ് പിന്നെയും ലെഫ്റ്റ് ഏട്രിയത്തിലോട്ടെത്തി. എക്സ്ട്രാ ബ്ലഡ് പിന്നെയും ലെഫ്റ്റ് വെൻട്രിക്കിളാണ് എത്തുന്നത്. ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ ഹാസ് ഗോട്ട് മോർ വർക്ക് ടു ഡു. അവർക്കാണ് ഇത്രയും വർക്ക് ചെയ്യേണ്ടത്. ഇത്രയും എക്സ്ട്രാ ബ്ലഡ് വന്നത് അയാൾ വേണം പമ്പ് ചെയ്ത് പുറത്തോട്ട് പിന്നെയും കളയാൻ. അത് പിന്നെയും കുറെ ലീക്കായി ഇങ്ങോട്ടെത്തുന്നു, പിന്നെയും എത്തുന്നു. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ദ റൈറ്റ് സിസ്റ്റം ഈസ് നോട്ട് അറ്റ് ഓൾ ഇൻവോൾവ് ഇൻ ദിസ് പ്രോസസ്. അതായത് എക്സ്ട്രാ ബ്ലഡ് വരുന്നത് ഒരിക്കലും ഈ റൈറ്റ് ഏട്രിയത്തിൽ റൈറ്റ് വെൻട്രിക്കിൾ എത്തുന്നില്ല, എത്തേണ്ട ചാൻസ് ഇല്ല ഇവിടെ. അതുകൊണ്ട് അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വരാതെ അവർ രക്ഷപ്പെട്ടു. അപ്പം ഇവിടെ വർക്ക് ലോഡ് കൂടുന്നത് ആർക്കാ? ലെഫ്റ്റ് വെൻട്രിക്കിളിനാണ്. അതുകൊണ്ട് ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫിയാണ് ഇവിടെ വരുന്നത്. ഈ ഡോട്ടർ ഡയഗ്നോസിസ് ഉണ്ടല്ലേ, ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി. അങ്ങനെ ലെഫ്റ്റ് സിസ്റ്റത്തിലൂടെ മാത്രമേ ഇവർക്ക് പോകുന്നുള്ളൂ. അവർക്ക് എക്സ്ട്രാ ലോഡ് വരുന്നതും കൂടുതലും ഡാമേജും ഇഷ്യൂസും വരുന്നതും ലെഫ്റ്റ് സൈഡിലാണ്. അതിനകത്ത് തന്നെ ലെഫ്റ്റ് സിസ്റ്റത്തിനകത്ത് വരുന്നതാണ് A2, അതായത് അയോർട്ടിക് വാൽവ്. ഇവിടെ P2 കണ്ടില്ലേ, P2 സേഫാ, അവിടെ എക്സ്ട്രാ ബ്ലഡും കാര്യങ്ങളൊന്നും വരുന്നില്ല, അവർക്ക് പ്രോബ്ലം ഇല്ല. സോ P2 ഈസ് നോർമൽ, ദർ ഇസ് നോ ഡിലേ ഹിയർ. ബട്ട് ഇൻ കേസ് ഓഫ് A2, എക്സ്ട്രാ ബ്ലഡ് ഈ A2 വാൽവിലൂടെ പോകുന്നുണ്ട്. സോ ഇറ്റ് ടേക്സ് മോർ ടൈം ടു ഗെറ്റ് ക്ലോസ്ഡ്. അവർക്ക് അത്രയും എക്സ്ട്രാ ആൾക്കാരെ പറഞ്ഞു വിട്ടതിന് ശേഷം മാത്രമേ അവരുടെ വാതിൽ അടയ്ക്കാൻ പറ്റുള്ളൂ, ആ വാൽവ് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദർ ഇസ് delayed A2. In case of ASD, VSD ഒക്കെ ആണെങ്കിൽ this P2 valve has got more work to do, so they get delayed. And that in there the A2 was normal. A2 കറക്റ്റ് സമയത്തിന് അടയ്ക്കുമായിരുന്നു. ഇവിടെ A2 ആണ് ഡിലേഡ് ആവുന്നത്, കാരണം കുറെ വർക്ക് ചെയ്യാനുള്ളതും A2 ആണ്. അതുകൊണ്ട് ഇറ്റ് ഈസ് കോൾഡ് as it causing there is a wide split. ഒരു വലിയൊരു സ്പ്ലിറ്റ് ഉണ്ട്. പക്ഷെ നമ്മൾ അതിനകത്ത് കൂടുതലും സ്പെസിഫിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് A2 ഡിലേഡ് ക്ലോസർ ആണെന്നുള്ള കാര്യമാണ്. ദർ ഇസ് എ റിവേഴ്സ് സ്പ്ലിറ്റിംഗ് എന്ന് വേണം പറയാം അതിനെ. മോർ ദാൻ വൈഡ് സ്പ്ലിറ്റ്, വി ആർ യൂസിംഗ് ദ ടേം റിവേഴ്സ് സ്പ്ലിറ്റ്. ബീങ് മോർ സ്പെസിഫിക്, ഇറ്റ് ഇസ് റിവേഴ്സ് സ്പ്ലിറ്റ്. ഇനി
ഇനി ഇതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, ദിസ് ഇസ് എ ലീക്ക്, യുനോ. ഈ സിസ്റ്റമിക് സർക്കുലേഷനിൽ നിന്ന് പൾമണറി സർക്കുലേഷനിലേക്ക് ഒരു ലീക്കാണ് ഈ PDA. സോ സിസ്റ്റമിക് ആദ്യം ഒരു സിസ്റ്റോളി വരുമ്പം ബ്ലഡ് കുറെ പാസ് ചെയ്ത് പോകുന്നു, ഡയസ്റ്റോളി വരുമ്പോഴും ബ്ലഡ് കുറെ ഇതുവഴി ലീക്ക് ചെയ്ത് പോകുന്നു. സോ ഇറ്റ് ഇസ് കോസിങ് എ വൈഡ് പൾസ് പ്രഷർ. അതായത് സിസ്റ്റോളിക് പ്രഷർ അങ്ങ് ഉണ്ട്, അത് കുറച്ച് കൂടുതലാണെങ്കിലും ഡയസ്റ്റോളിക് പ്രഷർ നല്ലോണം കുറയും. കാരണം ഡയസ്റ്റോളിക് സമയത്ത് ഈ ബ്ലഡ് ഇതുവഴി നല്ലപോലെ അങ്ങ് ലീക്ക് ചെയ്ത് അങ്ങ് പോവുക. മനസ്സിലായില്ലേ? അപ്പം ഇറ്റ് ഈസ് സിമിലർ ടു AR എന്ന് ഓർക്കാം. വൈഡ് പൾസ് പ്രഷർ ARനകത്ത് കാണുന്ന പോലെ ഇവിടെയും കാണുന്നു എന്ന് ഓർക്കാം. അപ്പെക്സ് ബീറ്റ് ഹൈപ്പർ ഡൈനാമിക് ടൈപ്പ് ആയിരിക്കും. ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി ഉണ്ട്. ARനുള്ള സ്പെസിഫിസിറ്റി ആയിട്ട് കമ്പയർ ചെയ്യാൻ എളുപ്പമാണ്. ആ ARനകത്തും ഹൈപ്പർ ഡൈനാമിക് ടൈപ്പാണ് അപ്പെക്സ് ബീറ്റ് വരുന്നത്, വൈഡ് പൾസ് പ്രഷറാണ് വരുന്നത്. ഈ പറഞ്ഞ പോലെ PDAക്കകത്തും വൈഡ് പൾസ് പ്രഷറാണ് വരുന്നത്, ഹൈപ്പർ ഡൈനാമിക് ടൈപ്പാണ് വരുന്നത്. AR ആയിട്ട് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഇനി ECG നോക്കുകയാണെങ്കിൽ ദർ ഇസ് ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി ഫീച്ചേഴ്സ് വിത്ത് ഫൈൻഡിങ് എന്തായിരിക്കും? ലെഫ്റ്റ് ആക്സിസ് ഡീവിയേഷൻ ആയിരിക്കും അല്ലേ. ഇനി ഒരു ടേം എന്ന് പറഞ്ഞാൽ നമ്മുടെ OPK കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, പേഷ്യന്റ് വിത്ത് പ്രോമിനന്റ് കരോട്ടിഡ് പൾസേഷൻസ് വിത്ത് ഫീച്ചേഴ്സ് ഓഫ് ലെഫ്റ്റ് ടു റൈറ്റ് ഷണ്ട് അറ്റ് ബെഡ് സൈഡ് ഈസ് മോസ്റ്റ്ലി സജസ്റ്റീവ് ഓഫ് PDA. അതായത് ഈ ARനകത്ത് വൈഡ് പൾസ് പ്രഷറാണ്. അപ്പം ഈ ARനകത്ത് വൈഡ് പൾസ് പ്രഷർ കാരണം അതിന് കുറെ പെരിഫറൽ ഫൈൻഡിങ്സ് ഓഫ് AR എന്ന് പറഞ്ഞിട്ട് പഠിക്കാനുണ്ട്. നമുക്ക് കാണാം, പേഷ്യന്റിനകത്ത് ടിപ്പിക്കലി കാണാൻ പറ്റും, ക്യാരക്ടറിസ്റ്റിക്കലി കാണാൻ പറ്റും. അതിനകത്ത് ഒരെണ്ണമാണ് കരോട്ടിഡ് പൾസേഷൻസ്. അപ്പൊ ഡാൻസിങ് കരോട്ടിഡ് എന്ന് പറയുന്ന കരോട്ടിഡ് പൾസേഷൻസ് പോലെ പ്രോമിനന്റ് ആയിട്ട് കരോട്ടിഡ് പൾസേഷൻസ് ഇവിടെയും കാണാം. അങ്ങനെ ഒരു ഫൈൻഡിങ് വിത്ത് ഫീച്ചേഴ്സ് ഓഫ് ലെഫ്റ്റ് ടു റൈറ്റ് ഷട്ട് അറ്റ് ബെഡ് സൈഡ് കാണുകയാണെങ്കിൽ, ഒരു കുട്ടിയെ കാണുകയാണെങ്കിൽ അത് മോസ്റ്റ് പ്രോബബ്ലി PDA ആയിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പഠിച്ചിരിക്കേണ്ടത്. ഇതിന്റെ കോംപ്ലിക്കേഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പൾമണറി ഹൈപ്പർ ടെൻഷൻ ബിൽഡപ്പ് ചെയ്യും. ഇവിടെ കൂടുതൽ ബ്ലഡ് ഫ്ലോ പൾമണറി സർക്കുലേഷൻ വഴി പോയി അവസാനം അറ്റ് ദ എൻഡ് പൾമണറി ഹൈപ്പർ ടെൻഷൻ വരാൻ നല്ല ചാൻസ് ഉണ്ട്. പൾമണറി ഹൈപ്പർ ടെൻഷൻ വന്നാലോ ഈ റൈറ്റ് സൈഡിൽ അങ്ങ് പ്രഷർ ബിൽഡപ്പ് ചെയ്യും. ഈ റൈറ്റ് സൈഡിൽ പ്രഷർ ബിൽഡപ്പ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ പ്രഷർ ഡിഫറൻസ്, ദാറ്റ് ഇസ് ഫ്രം ദ ഹൈ പ്രഷർ ടു ദ ലോ പ്രഷർ സിസ്റ്റം അങ്ങ് ഡാമേജ് ആവും, നേരെ റിവേഴ്സ് അടിക്കും. നേരെ ഈ സാധനം ഇവിടുന്ന് ലെഫ്റ്റ് ടു റൈറ്റ് വരുന്നതിന് പകരം റൈറ്റ് ടു ലെഫ്റ്റ് ആയിട്ട് അങ്ങോട്ട് പോയാൽ എന്താ പ്രശ്നം? ഇവിടെയുള്ള ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് സിസ്റ്റമിക് സർക്കുലേഷൻ ആയിട്ട് മിക്സ് ആവില്ലേ? അപ്പം എന്താ ഉണ്ടാവുന്നത്? നമ്മൾ പറഞ്ഞു PDA ഈസ് ജസ്റ്റ് ആഫ്റ്റർ ദ ലെഫ്റ്റ് സബ്ക്ലേവിംഗ് ആർട്ടറി. ലെഫ്റ്റ് സബ്ക്ലേവിംഗ് ആർട്ടറിയും ബാക്കിയുള്ള അപ്പർ ലിംബിലോട്ട് പോകുന്ന എല്ലാ ആർട്ടറീസും കഴിഞ്ഞതിന് ശേഷമാണ് ഈ PDA ഉള്ളത്. അപ്പം ഇൻ കേസ് ഓഫ് ദ റിവേഴ്സ് ഷണ്ട്, അതായത് റൈറ്റ് ടു ലെഫ്റ്റ് ഷണ്ടിലോട്ട് ഡിയോക്സിനേറ്റഡ് ബ്ലഡ് തിരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അപ്പർ ലിംബ് സേഫ് ആണ്. അപ്പർ ലിംബിലോട്ടുള്ള നല്ല ബ്ലഡൊക്കെ ഇവിടെ നിന്ന് സപ്ലൈ ചെയ്ത് ഇങ്ങോട്ട് പോയി അപ്പർ ലിംബിലോട്ട്. അതിനുശേഷം ലോവർ ലിംബിലോട്ടുള്ള ബാക്കിയുള്ള അയോർട്ട, ഡിസെൻഡിങ് അയോർട്ട, അങ്ങോട്ടൊക്കെയാണ് പിന്നെ ഈ ബ്ലഡ്, ഡിയോക്സിനേറ്റഡ് ബ്ലഡ് പോകാൻ പോകുന്നത്. അപ്പം അപ്പർ ലിംബ് ഇസ് സേഫ് ഫ്രം ദാറ്റ്, ബട്ട് ദ ലോവർ ലിംബ് ഗെറ്റ്സ് ദ ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ആൻഡ് ദാറ്റ് ഇൻ ഫ്യൂച്ചർ കോസസ് ഡിഫറൻഷ്യൽ സൈനോസിസ്. കണ്ടില്ലേ? റൈറ്റ് ടു ലെഫ്റ്റ് ഷണ്ട് ആവുന്നു, സൈനോസിസ് ഡിഫറൻഷ്യൽ സൈനോസിസ് ആവുന്നു. ഡിഫറൻഷ്യൽ സൈനോസിസ് എന്ന് പറയാൻ കാരണം എന്താ? ദർ ഇസ് എ ഡിഫറൻഷിയേഷൻ. അപ്പർ ലിംബിൽ നല്ല ബ്ലഡ് കിട്ടുന്നു, പക്ഷേ PDA വന്നതിന് ശേഷം ബിലോ ദ PDA എവറിത്തിങ് ഗെറ്റ്സ് ദ ഇംപ്യൂർ ബ്ലഡ്. താഴോട്ടുള്ള ലോവർ ലിംബിൽ ഈ പറഞ്ഞ പോലെ സൈനോസിസ് സംഭവിക്കുന്നു, ആൻഡ് ദാറ്റ് വി കോൾ ബൈ ഡിഫറൻഷ്യൽ സൈനോസിസ്. ഇനി ട്രീറ്റ്മെന്റ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഹിബിറ്റേഴ്സ് ഓഫ് പ്രോസ്റ്റാഗ്ലാൻഡിൻ സിന്തസിസ്, അതായത് ഐബുപ്രൂഫനും ഇൻഡോമെത്താസിനും ഒക്കെ PG സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു, പ്രോസ്റ്റാഗ്ലാൻഡിന്. അത് കൊടുത്തു കഴിഞ്ഞാൽ PDA ക്ലോസ് ചെയ്യും. ബട്ട് ഇറ്റ് ഈസ് ഓൺലി എഫക്റ്റീവ് ഇൻ പ്രീടേം ചിൽഡ്രൻ. പ്രീടേം ചൈൽഡിനാണ് ഏറ്റവും കൂടുതൽ അത് എഫക്ട് ചെയ്യുന്നത്. ഐബുപ്രൂഫൻ ആൻഡ് ഇൻഡോമെത്താസിൻ കോസസ് ക്ലോഷർ ഓഫ് PDA എന്ന് ഓർത്തിരിക്കണം. കാരണം വൈവയ്ക്കും മറ്റതിനൊക്കെ ഇഷ്ടം പോലെ ചോദിക്കുന്നതാണ്. അത് ജസ്റ്റ് ബൈ ഹാർട്ട് പഠിച്ച് മനസ്സിലാക്കിയാൽ മതി. എന്നാലും ബൈ ഹാർട്ട് ആയിരിക്കണം. ട്രീറ്റ്മെന്റ് ഇസ് കത്തീറ്റർ ബേസ്ഡ് ട്രീറ്റ്മെന്റ് ഉണ്ട്, ആൻഡ് ദാറ്റ് ഇസ് കോൺട്രാ ഇൻഡിക്കേഷൻ ഉണ്ട് അതിന്. പൾമണറി ഹൈപ്പർ ടെൻഷൻ വിത്ത് റൈറ്റ് ടു ലെഫ്റ്റ് ഷണ്ട്
എന്ന് പറയുമ്പം ആ ഒരു സിറ്റുവേഷനിൽ സർജറിയൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ്. പൾമണറി ഹൈപ്പർടെൻഷൻ നമ്മുടെ ഈ കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസിനകത്ത് എവിടെയെങ്കിലും ബിൽഡപ്പ് ആയി കഴിഞ്ഞാൽ എയ്സൻമെംഗർ സിൻഡ്രം പോലുള്ള കണ്ടീഷൻ, എയ്സൻമെംഗർ സിൻഡ്രം ഈസ് ജസ്റ്റ് ബിൽഡിംഗ് അപ്പ് ഓഫ് പ്രഷർ ദ റൈറ്റ് സിസ്റ്റം ആൻഡ് കോസിങ് റിവേഴ്സ് ഷണ്ടിങ്. റൈറ്റ് ടു ലെഫ്റ്റ് ഷണ്ട് ആവുമ്പം, ലെഫ്റ്റ് ടു റൈറ്റ് മാറി റൈറ്റ് ടു ലെഫ്റ്റ് ഷണ്ട് ആവുമ്പം ഐസൻമെംഗർ സിൻഡ്രം എന്ന് പറയുന്നു. അത് വന്നു കഴിഞ്ഞാൽ പല സർജറീസും കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. മെനി സർജറീസ് ആർ കോൺട്രാ ഇൻഡിക്കേറ്റഡ്. അതാണ് ഇതിന്റെ കോൺട്രാ ഇൻഡിക്കേഷൻ. ഇത്രയാണ് PDA. ഈ പറഞ്ഞ പോലെ ഹീമോഡൈനാമിക് റെപ്രസെന്റേഷൻ എന്തായാലും ഓർത്തിരിക്കുക. ഡയഗ്രാം വരച്ചു പഠിക്കുക. ഈ ഡയഗ്രാം വെച്ച് തന്നെ നമുക്ക് മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഈ ഡയഗ്രാം മാത്രമായിട്ട് ചോദിക്കാം. അതേപോലെ മർമറും ഈ ഗ്രാഫ് പഠിക്കുക. പിന്നെ 2 സ്പെസിഫിക് ഫീച്ചർ, ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറും നോക്കി വെക്കുക. പിന്നെ കണ്ടിന്യൂസ് മെഷീനറി മർമർ ആണെന്നുള്ളതും നോക്കി വെക്കുക.